ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളിലും ഫാറ്റി ലിവർ ഉണ്ട്. പക്ഷേ അതോർത്ത് അവർക്കാർക്കും തന്നെ ടെൻഷനും ഒന്നും തന്നെ ഇല്ല. പല ഡോക്ടേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കരളിന് മുകളിൽ ഒരു കൊഴുപ്പിൻ്റെ ആവരണം അല്ലെങ്കിൽ കൊഴുപ്പ് ഒരു സൈഡിൽ കെട്ടിക്കിടക്കുന്നു എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. കരൾ നിർമ്മിക്കപ്പെട്ട കോശങ്ങളുടെ ഉള്ളിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നോക്കൂ, ഒരു കരളിൻ്റെ കോശം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോശത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 33% കൊഴുപ്പ് നിറയുമ്പോഴാണ് നമ്മളതിനെ ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതേ കോശത്തിൽ ഏകദേശം ഒരു 65% കൊഴുപ്പ് നിറയുമ്പോഴാണ് നമ്മൾ ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. വീണ്ടും കൊഴുപ്പ് നിറയുന്നതിനനുസരിച്ച് ഈ കൊഴുപ്പെല്ലാം കൂടി ന്യൂക്ലിയസിനെ തള്ളി ഉപരിതലത്തിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഗ്രേഡ് 3 ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. കാലക്രമേണ കൊഴുപ്പെല്ലാം കൂടി നിറഞ്ഞ് ഈ കൊഴുപ്പ് ന്യൂക്ലിയസിനെ തള്ളി പുറത്തു കളയുന്നു. അതോടുകൂടി ആ കോശം നശിക്കുകയാണ്. അങ്ങനെ ഒരു കോശം നശിച്ചു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കില്ല. എന്നാൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങൾ ഇതുപോലെ നശിക്കുമ്പോഴാണ് നമ്മൾ അതിനെ സിറോസിസ് എന്ന് വിളിക്കുക. ഗ്രേഡ് 2 ആകുമ്പോഴേക്കും ഫൈബ്രോസിസ് ആരംഭിച്ചിട്ടുണ്ടാവും. ഗ്രേഡ് 3 ആകുമ്പോഴേക്കും സിറോസിസും ആരംഭിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു തിരിച്ചുവരവില്ല. ഈ 3 ഗ്രേഡിലും കണ്ടുവരുന്നൊരു കോമൺ ലക്ഷണം എന്തെന്ന് പറഞ്ഞാൽ വയറ് വീർത്ത് വരിക, ഗ്യാസിൻ്റെ ശല്യം പോലെ തോന്നിക്കുക എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യുന്നൊരു തെറ്റായ പ്രവണത താൽക്കാലികമായിട്ട് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ തെറ്റാണ്. ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മധുര പലഹാരങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ അന്നജം, അരി പോലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, വ്യായാമം തുടങ്ങുക എന്നല്ലാതെ ആയുർവേദത്തിലോ മോഡേൺ മെഡിസിനിലോ ഫാറ്റി ലിവറിന് വേണ്ടി യാതൊരുവിധ മരുന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക.